ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മുൻ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഈ പരീക്ഷകളുടെ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ലോട്ട് വരുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ്. അപ്പോൾ ജൂലൈയിലാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് എന്ന് കണക്കാക്കിയാൽ ഉദ്ദേശം ഏപ്രിൽ 22 നമ്മുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ സ്ലോട്ട് ഓപ്പൺ ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള സിലബസ് അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം ആ ഒരു സമയത്ത് ഉണ്ടാവും. അപ്പോൾ ജൂലൈയിൽ ഈ ഒരു എക്സാം നടക്കുകയാണ് എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ കൺഫർമേഷൻ വരുന്നത് വരെ ഇനി ഏകദേശം നമുക്ക് മുന്നിലുള്ളത് ഒരു 65 ദിവസങ്ങളാണ്. ഈ 65 ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്താൽ ഈ ഒരു എക്സാം വളരെ സുഗമമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു 65 ദിവസത്തെ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നത് 31/12/2024 കാറ്റഗറി നമ്പർ 741/2024. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് നമുക്ക് നിയമനം നടക്കുന്നത്. സ്കെയിൽ ഓഫ് പേ ബേസിക് 31,100 രൂപ മുതൽ 66,800 രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ്. 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കും ഇനി റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് PSCയുടെ നോംസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷനും ഈ ഒരു എക്സാമിൽ ലഭിക്കുന്നതാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ് നമ്മുടെ വേക്കൻസീസ് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് എല്ലാം ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കുക. ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടത് എക്കണോമിക്സിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ ആണ്. ഇനി നിങ്ങളൊരു കൊമേഴ്സ് ബിരുദധാരിയാണെങ്കിൽ സ്റ്റാറ്റ് നിങ്ങളൊരു സബായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞു. 29/1/2025 ആയിരുന്നു. എക്സാം സ്ലോട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്താണ് ആ ഒരു എക്സാം സ്ലോട്ട് വരാനായിട്ട് സാധ്യത. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫർമേഷൻ വരുന്ന ഡേറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെ സ്മാർട്ടായിട്ട് ഈ ഒരു 65 ദിവസങ്ങൾ ഇനിയുള്ള ആ കൺഫർമേഷൻ വരുന്നത് വരെയുള്ള 65 ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആഴ്ച ഡേ 1 മൺഡേ നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എക്കണോമിക്സിലെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ഡിമാൻഡ് അനാലിസിസ് എന്നീ ടോപ്പിക്സ് കവർ ചെയ്യാം. ഡേ 2 ട്യൂസ്ഡേയിൽ മാത്തമാറ്റിക്സിലെ റിലേഷൻ, ഫംഗ്ഷൻസ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി എന്നീ ടോപ്പിക്സും ഡേ 3 സ്റ്റാറ്റിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ എന്നീ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം. ഡേ 4 കൊമേഴ്സിലെ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ്. ഡേ 5 റിവിഷൻ ഓഫ് ദ വീക്സ് ടോപ്പിക്. അപ്പോൾ ഈ 4 ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സിന്റെ റിവിഷൻ നമുക്ക് ഡേ 5 ചെയ്യാം. ഫ്രൈഡേ നമുക്ക് റിവിഷൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിവിഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വീക്ക്ലി മോഡൽ എക്സാം എഴുതാനായിട്ട് പ്രാപ്തമായി കഴിഞ്ഞു. അപ്പോൾ ഡേ 6 സാറ്റർഡേയിൽ നമ്മളൊരു മോഡൽ എക്സാം നമ്മൾ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു എക്സാം എഴുതി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുള്ളത്, എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്സ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈനലി നമ്മൾ അങ്ങനെ ഒരു ചെക്ക് നമ്മൾ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോൾ ചെയ്യും. എന്നാലും ഈ ചെറിയ സ്റ്റെപ്പ്, അതായത് വളരെ കുറച്ച് ടോപ്പിക്സേ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ വീക്ക് ഏരിയാസിനെ കൂടുതലൊന്നും മെച്ചപ്പെടുത്താനായിട്ട് ഈ വീക്ക്ലി നമ്മുടെ അസസ്മെന്റും പ്രോഗ്രസ് ട്രാക്കിങ്ങും നടത്തുന്ന വഴി നമുക്ക് സാധിക്കും. അപ്പോൾ ഡേ 7 നമുക്ക് ഈ ഒരു എക്സാമിന്റെ വീക്ക്ലി മോഡൽ എക്സാമിന്റെ ഒരു റിവ്യൂവും ആ ഒരു എക്സാമിന്റെ അനാലിസിസും ആ മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞ് അത് റെക്ടിഫൈ ചെയ്യാനുള്ള നടപടികളും ഡേ 7 ചെയ്യാം. അത് സൺഡേ ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാഴ്ചത്തെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാണ്. അതിനുശേഷം വീക്ക് 2 എന്ന് പറയുമ്പോൾ ഡേ 8 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, മൺഡേ. അവിടെ നമുക്ക് വീണ്ടും എക്കണോമിക്സിലെ ഇൻഡിഫറൻസ് കർവ്സ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി, ബാൻഡ് വാഗൺ, സ്നോ ബാൻഡ് വെൽബൻ ഇഫക്ട്സ് എന്നീ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ഡേ 9 ട്യൂസ്ഡേ മാത്തമാറ്റിക്സിലെ ഡിഫറൻസിയേഷൻ, ഇൻഡിഫറൻറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്നീ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്യാം. ഡേ 10 സ്റ്റാറ്റിലെ പ്രോബബിലിറ്റി തിയറി, ഡെഫിനിഷൻസ്, അഡീഷൻസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്നീ ടോപ്പിക്സും. ഡേ 11 തേഴ്സ്ഡേ കൊമേഴ്സിലെ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. ഡേ 12 ഫ്രൈഡേ ആണ്. അപ്പോൾ നമ്മൾ ഈ 4 ദിവസം പഠിച്ച
ടോപ്പിക്സ് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതെന്ത് ചെയ്യാം, ഫ്രൈഡേ നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു തറോ റിവിഷൻ നടത്തുന്നു. അതിന്റെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു വീക്ക്ലി മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാണ്. തുടർന്നുള്ള പ്രോസസ്സ് വീണ്ടും എന്താണ്, റിവ്യൂ, അനാലിസിസ് ആൻഡ് എക്സാം മിസ്റ്റേക്സ് മനസ്സിലാക്കി ആ ഗ്യാപ്സുകൾ, ആ മിസ്റ്റേക്കുകൾ നമ്മൾ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി വീക്ക് 3ലേക്ക് പോവാം. ഡേ 15 ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് വീണ്ടും മൺഡേയിലേക്ക് വരുന്നു. അവിടെ എക്കണോമിക്സിൽ നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, കോബ് ഡോഗ്ലാസ് ആൻഡ് CES ആൻഡ് VES ആൻഡ് ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് എന്നീ ടോപ്പിക്സ്. ഡേ 16 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കവർ ചെയ്യാം. ഡേ 17 നമുക്ക് വെനസ്ഡേ ആണ്, സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ തിയറി, ബൈനോമിയൽ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് എന്നിവ മനസ്സിലാക്കാം. ഡേ 18 കൊമേഴ്സിലെ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ 4 ദിവസം നമ്മൾ ഓരോന്ന്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റ്, കൊമേഴ്സ്, ഇങ്ങനെ ഓരോ ടോപ്പിക്കിലെയും വളരെ കുറച്ചായിട്ടുള്ള, നമുക്കൊരു വലിയ ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെറിയ ടാസ്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് പൂർത്തിയാക്കേണ്ടതെന്ന് പറയാറുണ്ട്. അതുപോലെ കുറച്ച് ടോപ്പിക്സ് ആയിട്ട് പഠിക്കുന്നു. ഇനി ഫ്രൈഡേ ഈ 4 ദിവസം പഠിച്ച് വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യുന്നു, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നു, റിവ്യൂ, അനാലിസിസ് ആൻഡ് എക്സാം മിസ്റ്റേക്സ് മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യുന്നു. ഇതുപോലെ വീക്ക് 4 വീണ്ടും എക്കണോമിക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം മൺഡേ. അവിടെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, അതില് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നീ ടോപ്പിക്സും. ഡേ 23 ട്യൂസ്ഡേ മാത്തമാറ്റിക്സിലെ നമ്പർ തിയറി, പ്രൈം ഫാക്ടറൈസേഷൻ, GCD ആൻഡ് LCM എന്നീ ടോപ്പിക്സും. ഡേ 24 സ്റ്റാറ്റിലെ എസ്റ്റിമേഷൻ, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ്. ഇനി ഡേ 25 തേഴ്സ്ഡേ കൊമേഴ്സിലെ ബാങ്കിങ് തിയറി, എവല്യൂഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് എന്നിവ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ 4 ദിവസം നമ്മൾ ഓരോ സബ്ജക്റ്റ്, എക്കണോമിക്സ്, മാത്ത്, സ്റ്റാറ്റ്, കൊമേഴ്സ് എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ കുറച്ച് ടോപ്പിക് വീതം പഠിച്ചു കഴിഞ്ഞു. 26 റിവിഷൻ, 27 മോക്ക് ടെസ്റ്റ്, ഇനി 28 അതിന്റെ അനാലിസിസും റിവ്യൂ. ഓക്കെ, ഇനി വീക്ക് 5 29th ഡേ ആണ്. എക്കണോമിക്സിലെ ISLM മോഡൽ, പോളിസി അനാലിസിസ് ഇൻ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ സിസ്റ്റം എന്നീ ടോപ്പിക്കും. ഡേ 30 മാത്തമാറ്റിക്സിലെ ലീനിയർ ആൾജിബ്ര, ലീനിയർ ഇക്വേഷൻസ്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നീ ടോപ്പിക്സും. ഡേ 31 വെനസ്ഡേയിൽ സ്റ്റാറ്റിലെ സാമ്പിളിംഗ് തിയറി, വേരിയസ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് എന്നിവയും. ഡേ 32 കൊമേഴ്സിലെ ഇന്നോവേഷൻസ് ഇൻ ബാങ്കിംഗ്, ബാങ്കിംഗ്, RTGS, NEFT എന്നീ ടോപ്പിക്സും നമുക്ക് കവർ ചെയ്യാം. വീണ്ടും റിവിഷൻ, വീക്ക്ലി മോഡൽ എക്സാം, സൺഡേയോടുകൂടി അതിന്റെ റിവ്യൂ, അനാലിസിസും എക്സാം മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യുന്ന പ്രോസസ്സും കഴിഞ്ഞു. അങ്ങനെ വീക്ക് 5 കഴിഞ്ഞു. വീക്ക് 6 വരുമ്പോൾ വീണ്ടും ഡേ 36 ആവുന്നു. മൺഡേ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം എക്കണോമിക്സിലെ കൺസെപ്ഷൻ ഫംഗ്ഷൻസ്, ആബ്സല്യൂട്ട്, റിലേറ്റീവ്, പെർമനന്റ്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് എന്നിവ നമുക്ക് പഠിക്കാം. ഡേ 37 മാത്തമാറ്റിക്സിലെ റിയൽ അനാലിസിസ്, പ്രോപ്പർട്ടീസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് കൗണ്ടബിലിറ്റി എന്നീ ടോപ്പിക്കും. 38 വെനസ്ഡേ ആണ്, സ്റ്റാറ്റിലെ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്, ANOVA, CRD ആൻഡ് RBD എന്നീ ടോപ്പിക്സും. 39 നമുക്ക് തേഴ്സ്ഡേ ആണ്, കൊമേഴ്സിലെ റോൾ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് SEBI എന്നീ ടോപ്പിക്സും നമുക്ക് പഠിക്കാം. വീണ്ടും റിവിഷൻ, വീക്ക്ലി മോഡൽ എക്സാം, റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് ദ എക്സാം മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ വീക്ക് 6 കഴിഞ്ഞു. ഇനി വീക്ക് 7 43 ആണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ ആണ്. എക്കണോമിക്സിലെ ബിസിനസ് സൈക്കിൾസ്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഫിലിപ്സ് കർവ് എന്നീ ടോപ്പിക്കും. 44 മാത്തമാറ്റിക്സിലെ കോംപ്ലക്സ് അനാലിസിസ്, അതിൽ കോംപ്ലക്സ് നമ്പേഴ്സ്, അനലിറ്റിക് ഫംഗ്ഷൻസ് എന്നിവയും. 45ാമത്തെ ദിവസം സ്റ്റാറ്റിലെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് പ്രൈസ് റിലേറ്റീവ്സ് എന്നീ ടോപ്പിക്കും. ഡേ 46 കൊമേഴ്സിലെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് GAAP എന്നീ ടോപ്പിക്കും നമുക്ക് പഠിക്കാം. 47 വീണ്ടും ഫ്രൈഡേ വന്നു. അപ്പോൾ റിവിഷൻ, 4 ദിവസത്തെ ടോപ്പിക്സിന്റെ റിവിഷൻ, വീക്ക്ലി മോഡൽ എക്സാം, റിവ്യൂ, അനാലിസിസ് ആൻഡ് എക്സാം മിസ്റ്റേക്ക്. ഓക്കെ, ഇനി വീക്ക് 8 ആണ്. വീക്ക് 8 എന്ന് പറയുമ്പോൾ നമ്മൾ 50ാമത്തെ ദിവസത്തിലെത്തി. അവിടെ എക്കണോമിക്സിലെ എക്കണോമിക് ഗ്രോത്ത് തിയറീസ്, ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ, ലൂയിസ് മോഡൽ. 51 മാത്തമാറ്റിക്സിലെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്, റാങ്ക്, നള്ളിറ്റി എന്നീ ടോപ്പിക്കും. ഡേ 52 വെനസ്ഡേ എത്തി. സ്റ്റാറ്റിലെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷർമെന്റ്സ് ഓഫ് മോർട്ടാലിറ്റി ആൻഡ് ഫെർട്ടിലിറ്റി. ഡേ 53 കൊമേഴ്സിലെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് വേഴ്സസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ ടോപ്പിക്കും നമ്മൾ പഠിച്ചു കഴിയുന്നു. ഇനി നമ്മൾ 54ാമത്തെ ദിവസം മുതൽ ഫ്രൈഡേ നമ്മൾ ഫുൾ സിലബസ് റിവൈസ് ചെയ്യാണ്. അപ്പോൾ വീക്ക്ലി നമ്മൾ റിവൈസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു.
ആ വീക്കിൽ നമ്മൾ ഫുൾ ആയിട്ടുള്ള സിലബസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിവിഷൻ പ്രോസസ്സ് 54ാമത്തെ ദിവസം കൊണ്ട് തീരുന്നില്ല. 54 ഓൺവേർഡ്സ് നമ്മൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, റിവിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അലോങ് വിത്ത് ദ മോക്ക് ടെസ്റ്റ് ആ ഒരു റിവിഷൻ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം. 55 to 65 നമുക്ക് 10 ദിവസങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് ഫൈനൽ മോക്ക് ടെസ്റ്റ് നടത്താനുള്ള എക്സാം ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണത്. കാരണം ഫൈനൽ മോക്ക് ടെസ്റ്റ് സമയബന്ധിതമായിട്ട് ഫീഡ്ബാക്കോട് കൂടിയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു എക്സാമിലേക്ക് കൂടുതലായിട്ട് നമ്മളൊന്ന് ആ ഒരു സിലബസുമായിട്ടൊന്ന് അഡാപ്റ്റ് ആവുള്ളൂ. ഇനി ആ സിലബസിൽ എവിടെയെങ്കിലും നമുക്ക് വീണ്ടും ഗ്യാപ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് അത്തരത്തിലുള്ള കുറവുകളെല്ലാം വീക്ക്ലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി പരിഹരിക്കാനായിട്ട് സാധിക്കും. എന്നാലും ഓവറോൾ എക്സാം എഴുതുമ്പോൾ നമ്മൾ ആ ഒരു PSC മോഡൽ എക്സാമാണ് എഴുതുന്നത്. അപ്പോൾ സമയബന്ധിതമായിട്ട് നമ്മൾ ഓരോന്നും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എവിടെയാണ് കൂടുതൽ ടൈം നഷ്ടപ്പെടുന്നത്, ഇനി അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് ഇനിയും നോക്കേണ്ടതായിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്, ചലഞ്ചിങ് ആയിട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു ഫൈനൽ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കഴിഞ്ഞ ശേഷം അതിന്റെ അനാലിസിസും ഇനി ആ ഒരു മിസ്റ്റേക്സ് മനസ്സിലാക്കിയിട്ട് അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള സമയവും മൈൻഡ് മാപ്പിങ്ങിനും ക്വിക്ക് റിവിഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള സമയമാണ് 55 മുതൽ 65 വരെ ദിവസങ്ങൾ. വെറുതെ എക്സാം എഴുതി ഇരിക്കാനുള്ള ദിവസങ്ങൾ മാത്രമല്ല, എക്സാമിൽ എഴുതിയിട്ട് ആ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കാനും സ്വയം ഇംപ്രൂവ് ആവാനും ഇതുവരെ നമ്മൾ വീക്ക്ലി പീരിയോഡിക് അസസ്മെന്റ് ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ ഡെയിലി നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം. ഡെയിലി നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ടൈം അത് മാനേജ് ചെയ്യാനുള്ള ആ ഒരു നമ്മുടെ സ്കില്ലൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ എക്സാം ഹാളിലും ഒരുപാട് നമുക്ക് കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ റാങ്കിൽ എത്താനായിട്ട് ടെക് PSCയുടെ അതിതീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസിന്റെ 3ാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. ആൻഡ് ഈ സെഷൻസ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആയിട്ടും റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും എക്സാം തീയതി വരെയും ലഭിക്കും എന്നുള്ളതുമാണ്. അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളും ലഭിക്കുന്നതായിരിക്കും. എക്സാം തീയതി വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ അതുവരെയും ചിലപ്പോൾ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ടെക് PSCയുടെ ഒഫീഷ്യൽ ആപ്പ് വഴി റെക്കോർഡിങ്സ് ആയിരിക്കും കാണാൻ പറ്റുക. ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവില്ല, റെക്കോർഡിങ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ലൈവ് ഇന്ററാക്ഷൻസ് സാധിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് എക്സാം തീയതി വരെയും ഏത് സമയത്തും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാംസ് എഴുതാനും അതോടൊപ്പം സമയബന്ധിതമായ ടൈം മാനേജ്മെന്റോട് കൂടിയ ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വെറും 3999 എന്ന നിസ്സാരമായ ഓഫർ പ്രൈസ് വഴിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സിനെ പറ്റി ഇനിയും എന്തെങ്കിലും സംശയമുള്ളവരും നമുക്ക് സ്ക്രീനിന്റെ താഴെ തന്നിരിക്കുന്ന ആ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് PSCയുടെ ഫ്രീ ആയിട്ടുള്ള സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സെഷൻസ് നമുക്ക് യൂട്യൂബ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ നോട്ടിഫിക്കേഷനും മുടങ്ങാതെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും മറ്റ് പോൾസും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെട്ട പോൾസും നിങ്ങൾക്ക് ടെക് PSCയുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനും ആക്സസ് ചെയ്യാനുമായിട്ട് സാധിക്കും. അതിനായിട്ട് ആ ഒരു ചാനലിലെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ.